ഈ പാലക്കാട് ബിജെപിയുടെ വോട്ട് മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിവരമുണ്ടോ? അത് പരിശോധിക്കണം. അത് നിങ്ങൾ മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ തന്നെ പരിശോധിക്കണം. ബിജെപിന്റെ പഴയ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. അതെങ്ങനെ ഇതിൽ മാറ്റം വന്നു എന്നുള്ളത് പരിശോധിക്കണം. കേരള രാഷ്ട്രീയത്തിൽ മുമ്പ് തന്നെ ഈ രണ്ട് വർഗീയതയും ഉപയോഗിക്കുന്ന നിലപാട് ആരോപണമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളതാണ്. ആ അനുഭവത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പൊ ഈ പാലക്കാട്ടുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലവും ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം. ബിജെപിയുടെ വോട്ട് മറിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നീക്കങ്ങൾ, അതൊക്കെയാണ് ഇതിന്റെ അകത്തുള്ള അന്തർധാര എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ അതെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. അത് പരിശോധിക്കട്ടെ. ഞങ്ങളല്ല, സി പി എം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ച് വേണമെങ്കിൽ അല്ല, അത് എന്താണ് പരാമർശം എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. CPM-ന്റെ പാലക്കാട് ജില്ലാ നേതൃത്വം ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രതികരണം പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ഞാൻ നേരിട്ട് കേൾക്കാത്തത് കൊണ്ട് താങ്കളുടെ ഈ ചോദ്യത്തിന് അങ്ങനെ മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. ഭരണത്തിന് വിലയിരുത്തലിന് അനുകൂലമാണല്ലോ ഈ വിധി. അതല്ലേ ഞാൻ നേരത്തെ ആദ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം അതല്ലേ. കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് AICC സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയാണ് ശ്രീ KC വേണുഗോപാൽ. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു, ചേലക്കര മണ്ഡലം തോൽക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് തോറ്റെങ്കിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായ ജനവിധിയാണെന്ന് പറയാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ പറഞ്ഞത്. അതിപ്പോ ബോധ്യമില്ലേ? ചേലക്കരയുടെ വിജയത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ജനങ്ങൾ എന്ന നിലപാട് സ്ഥിരീകരിക്കപ്പെട്ടല്ലോ. കോൺഗ്രസിന്റെ അഭിപ്രായത്തിൽ തന്നെ. എന്താ സംശയം? ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷെ ഈ അവരുടെ വിജയത്തിന്റെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ. കേരളത്തിൽ UDF ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾ, പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന കാര്യങ്ങൾ, BJP ഉയർത്തുന്ന പ്രശ്നങ്ങൾ, അതിന് കേരളത്തിലെ മാധ്യമ സമൂഹം എത്രത്തോളം പ്രചരണം കൊടുക്കുന്നുണ്ട്? ഈ പ്രചരണം രണ്ടാം പിണറായി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതു മുതൽ മാധ്യമങ്ങളുടെ ഈ സംഘടിതമായ പ്രചാരവേല നടക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ സ്വാധീനം ചെലുത്തുമല്ലോ. അങ്ങനെയുള്ള ഒരു പിന്തുണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സാഹചര്യം അതുകൊണ്ട് തോൽക്കുമെന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് അതാണ് എല്ലാത്തിനെയും തോൽവി വിജയത്തെയൊക്കെ ആശ്രയിക്കുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത്തരമൊരു നീക്കവും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിച്ചല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോകുന്നത്. ഭാവിയിലും അത്തരം പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് നല്ല സഹകരണത്തോടു കൂടി തന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാം. ഓക്കെ.